എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്, അതായത് ബീഫ് അച്ചാറാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതാണ്. ഫ്രൈ ആക്കാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതാണ്. ആദ്യമായി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇടുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടെല്ലാം നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കി യോജിപ്പിച്ച് 30 മിനിറ്റ് മാറ്റി വയ്ക്കേണ്ടതാണ്. ഏകദേശം എല്ലാ മസാലക്കൂട്ടുകളും ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി പോകേണ്ടതാണ്. അതിനുവേണ്ടി കുക്കർ എടുത്ത് വെച്ച് എല്ലാ ബീഫും കുക്കറിൽ ഇടേണ്ടതാണ്. എല്ലാ ബീഫും കുക്കറിൽ ഇട്ടതിന് ശേഷം അടപ്പടച്ച് സ്റ്റൗ കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടതാണ്. ബീഫ് വേവുന്ന സമയം കൊണ്ട് 6 പച്ചമുളക് അരിഞ്ഞു വെക്കേണ്ടതാണ്. 3 കുടം വെളുത്തുള്ളി തൊലിച്ച് വെക്കേണ്ടതാണ്. 3 മീഡിയം പീസ് ഇഞ്ചി റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെക്കേണ്ടതാണ്. ബീഫ് 2 വിസിൽ കയറ്റിയതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെച്ച് എല്ലാ ആവിയും കളയുന്നതിന് ശേഷം ബീഫ് ഫ്രൈ ചെയ്യേണ്ടതാണ്. അതിനായി ആവശ്യത്തിനുള്ള എണ്ണ പാനിൽ എടുത്ത് വെച്ച് ബീഫ് ഫ്രൈ ചെയ്യേണ്ടതാണ്. എല്ലാ ബീഫും ഇതുപോലെ ഫ്രൈ ചെയ്ത് വയ്ക്കേണ്ടതാണ്. അതിനുശേഷം ഇഞ്ചി നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടേണ്ടതാണ്. അതും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്തതായി വെളുത്തുള്ളി ഇടേണ്ടതാണ്. വെളുത്തുള്ളി ഫ്രൈ ആയി മാറ്റി വെച്ചതിന് ശേഷം പച്ചമുളക് ഫ്രൈ ചെയ്യാൻ ഇടേണ്ടതാണ്. പച്ചമുളക് മാറ്റിയതിന് ശേഷം കറി ലീഫ് ഫ്രൈ ചെയ്യാൻ ഇടേണ്ടതാണ്. ഈ ഒരു പരുവത്തിൽ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ അച്ചാറിൽ ഇടേണ്ട ഒരു പൊടി തയ്യാറാക്കേണ്ടതാണ്. അതായത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 ടേബിൾ സ്പൂൺ ഇടേണ്ടതാണ്. മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കേണ്ടതാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ച് മാറ്റി വയ്ക്കേണ്ടതാണ്. ബീഫ് അച്ചാർ തയ്യാറാക്കാനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ എടുത്ത് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടേണ്ടതാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടേണ്ടതാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീഫ്, പച്ചമുളക് ഇടേണ്ടതാണ്. എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. നാല്
ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കേണ്ടതാണ്. എല്ലാം മിക്സാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഇടേണ്ടതാണ്. പൊടിയെല്ലാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇടേണ്ടതാണ്. ബീഫ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ച് ഇടേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇടേണ്ടതാണ്. ഉപ്പ് കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ഇടേണ്ടതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ മിക്സാക്കി കുറച്ച് നേരം വേകാൻ വയ്ക്കേണ്ടതാണ്. സ്വാദിഷ്ടമായ ബീഫ് അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മൾ തണുത്തതിന് ശേഷം എയർ ടൈറ്റായിട്ടുള്ള ഒരു ജാറിൽ ഇടേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.